too much, now I'm swallowed. Now I'm the fool while you're breaking rules. Dangerous path that I follow. Oh, go on, just do what you do. And it hurts as I bleed for you, cry for you. Oh, oh. Let me bleed as I bleed for you, cry for you. Oh, oh. Let me bleed. Let me bleed. Let me. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബസിഡ് മാനിയാക് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കിഡിലൻ ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു മാപ്പ് മോഡാണ്, ട്രാഫിക് മോഡല്ല, മാപ്പ് മോഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങളെല്ലാം മാറി ഒരു മഞ്ഞ് മൂടിയ അവസ്ഥയാണിപ്പം, അല്ലേ? വേറൊരു ഫീലാണ് ഇത് കളിക്കുമ്പോൾ, വേറെ വൈബാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഏത് ട്രാഫിക് മോഡിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ടീം റെവട്രോണിൻ്റെ കേരള ട്രാഫിക് മോഡിലാണ് ഈ മാപ്പ് മോഡ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതൊരു ട്രാഫിക് മോഡിൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. മാലിയോട് ഒറിജിനൽ OBBയിൽ ആഡ് ചെയ്യാൻ പറ്റും. മറ്റേതെങ്കിലും ഇന്തോനേഷ്യൻ ട്രാഫിക് മോഡോ കേരള ട്രാഫിക് മോഡോ എന്തിലും നമുക്ക് ഈ ഒരു മാപ്പ് മോഡ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മാപ്പ് മോഡ് റീസെൻ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ഉണ്ടല്ലോ, വേർഷൻ 3.3.4, അതിന് വേണ്ടിയുള്ള മാപ്പ് മോഡാണ്. അതിന് മുമ്പത്തെ വേർഷൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഗെയിം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗെയിം അപ്ഡേറ്റ് ചെയ്യുക. റീസെൻ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ട്രാഫിക് മോഡ് ഇടാം. ട്രാഫിക് മോഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മാലിയോട് ഒറിജിനൽ OBBയിലും സപ്പോർട്ടാവും. അപ്പോൾ അതിനുശേഷം ആണ് നമ്മൾ മാപ്പ് മോഡ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കണം നമ്മുടെ ഗെയിമും. അതുപോലെ തന്നെ ട്രാഫിക് മോഡും ലേറ്റസ്റ്റ് ആയിരിക്കണം, വേർഷൻ 3.3.4 വേണ്ടിയുള്ളതായിരിക്കണം നിങ്ങൾ ട്രാഫിക് മോഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഇടയായിട്ട് നമ്മുടെ ഗെയിം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെ തന്നെ ഒരുപാട് വെഹിക്കൽ മോഡ്സ് ഇറങ്ങി, ട്രാഫിക് മോഡ്സ് ഇറങ്ങി, അതുപോലെ തന്നെ സ്പീഡ് ട്രാഫിക് മോഡ്. ഇനി ഒരുപാട് ഫീച്ചേഴ്സോടെ ഒരു അപ്ഡേറ്റ് വരാനിരിക്കുന്നു. ഇപ്പം എന്താണ്ട് മാപ്പ് മോഡും നമ്മുടെ ഗെയിം ഇപ്പം വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അടിപൊളിയാകട്ടെ നമ്മുടെ ഗെയിം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ ഈസിയാണ്. 10 MB ഉള്ള ഈ ഫയലിൻ്റെ സൈസ്. ആ ഒറ്റൊരു ഫയലിലാണ് നമുക്ക് 3 മാപ്പ് മോഡ്സ് കിട്ടുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമല്ല ഈ ഒരു ഗ്രാഫിക്സ് ചേഞ്ച് വരുന്നത്, നമ്മുടെ ഗെയിമിലെ എൻറ്റയർ ഗ്രാഫിക്സ് മാറും, ഇൻക്ലൂഡിങ് സിറ്റീസിൽ വരെ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ അടിപൊളി ഒരു സംഭവം തന്നെയാണിത്. ഇനി നിങ്ങൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ കണ്ടിട്ട് വാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മാപ്പ് മോഡ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനുശേഷം ZArchiver ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ZArchiver ആപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ഇരുന്ന് കാണണം, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമേ നിങ്ങൾ ZArchiver ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിവൈസ് മെമ്മറി ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതേണ്ട ഇവിടെ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. അപ്പം ഈ ഫോൾഡറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മാപ്പ് മോഡ് അവിടെ ഇൻസ്റ്റാൾ ആയി കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ ഡൗൺലോഡ് ഫോൾഡറിൽ ഒരുപാട് ഫയൽസ് കിടക്കുന്നതുകൊണ്ട് ഞാൻ വേറൊരു ഫോൾഡറിലേക്ക് നമ്മുടെ മാപ്പ് മോഡ് മാറ്റിയിട്ടുണ്ട്. അപ്പം വേണ്ട ഇതുപോലെ നമുക്കൊരു സിപ്പ് ഫയലായിട്ടായിരിക്കും മാപ്പ് മോഡ് ലഭിക്കുന്നത്. നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ അത് വന്ന് കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സിപ്പ് ഫയൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഈ സിപ്പ് ഫയൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് കിട്ടും. ഇതിൽ നിങ്ങൾ എക്സ്ട്രാക്ട് ഹിയർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ എക്സ്ട്രാക്റ്റ് ആവുന്നതാകും.
അപ്പം എക്സ്ട്രാക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ സിപ്പ് ഫയലിൻ്റെ അതേ പേരിൽ ഒരു ഫോൾഡർ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിൽ ഇരുന്നാണ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ടോപ്പിലായിട്ടായിരിക്കും നമ്മുടെ എക്സ്ട്രാക്റ്റ് ആയ ഫയൽ വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാക്റ്റ് ആയ ഈ ഒരു ഫയൽ ഉണ്ടല്ലോ, ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം: മോഡ് ഗ്രീൻ നേച്ചർ, മോഡ് ഗുരുൻ, മോഡ് സൽജൂസ്നോ. അപ്പോൾ മോഡ് ഗ്രീൻ നേച്ചർ എന്ന് പറയുമ്പോൾ ഇതേണ്ട ഇതിനകത്തൊരു പ്രിവ്യൂ ആയിട്ടൊരു ഫോട്ടോയും കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാം. ഒരു ഗ്രീൻ ടെക്സ്ചറൊക്കെ ആയിരിക്കും നമ്മുടെ ഗെയിമിലെ ഓവറോൾ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ മോഡ് ഗുരുൻ. ഗുരു എന്ന് വെച്ചാൽ ഡെസേർട്ട് എന്നാണ് അർത്ഥം. ഇന്തോനേഷ്യൻ ഭാഷയാണ്. അപ്പം ഇത് ഡെസേർട്ട് മോഡാണ്. അപ്പം ഇവിടെ ഒരു പ്രിവ്യൂ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മാപ്പ് മോഡ് നമ്മളെ ഗെയിമിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് മൊത്തം ചേഞ്ചായി ഒരു ഡെസേർട്ട് ഫീൽ നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ മോഡ് സാൽജൂസ്നോ. അപ്പോൾ ഇതിൻ്റെയും പ്രിവ്യൂ ഫോട്ടോ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിടുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ മാറി ഒരു മഞ്ഞ് മൂടിയ ഫീലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇത്രയും നേരം സ്നോ മോഡാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഡെസേർട്ട് മോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡാന്ന് വെച്ചാൽ, ഏത് മാപ്പ് മോഡാന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഡെസേർട്ട് മോഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ഈ താഴെ ഷെയർഡ് അസറ്റ്സ് എന്നും പറഞ്ഞൊരു ഫയലില്ല, ഇതാണ് നമ്മുടെ മാപ്പ് മോഡിൻ്റെ ഫയൽ. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തത് അതിൻ്റെ ഷെയർഡ് അസറ്റ്സ് എന്നും പറഞ്ഞ ഫയൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇത് നമ്മൾ എങ്ങോട്ടാണ് കോപ്പി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസ് മെമ്മറിയിൽ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഒരു ഫോൾഡർ ഉണ്ട്. ആൻഡ്രോയിഡിനകത്ത് OBBക്കകത്ത് com.malio.bus simulator ID. അപ്പോൾ നമ്മുടെ ഗെയിമിൽ OBB ഇവിടെ കിടപ്പുണ്ട്. ഒറിജിനൽ OBB ആവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് കേരള ട്രാഫിക് മോഡ് എന്തും ആവട്ടെ, ഏതിലും ഇത് വർക്ക് ചെയ്യും. അപ്പം ഇവിടെ കിടക്കുന്ന ഈ ഒരു OBB ഫയലിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ടാപ്പ് ചെയ്യുക OBB ഫയലിൽ. എന്നിട്ട് ഇതിൽ അസറ്റ്സ് എന്നും പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് ബിന്നിനകത്ത് ഡാറ്റ. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത ഫയൽ ഇത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ബോർഡിൻ്റെ കൂട്ടത്തിൽ ഓപ്ഷൻ കണ്ടില്ലേ ടോപ്പിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ ഫയൽ ഇവിടെ ആയിട്ട് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫയൽ മാനേജർ ഒന്നും യൂസ് ചെയ്ത് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ Zedcapella പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു മാപ്പ് മോഡ് നമുക്ക് ഗെയിമിലേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫയൽസ് കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഫയൽസ് ഒന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പോകരുത്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്രോപ്പർലി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു രീതിയിലും ആഡ് ചെയ്യാൻ പറ്റും. ഡാറ്റയിൽ കയറി കഴിഞ്ഞിട്ട് ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അന്നേരം നമുക്ക് ഇതുപോലെ ആഡ് ഫയൽ എന്നും പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അപ്പം ഈ രീതിയിലും നമുക്ക് മോഡ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം, ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ മാപ്പ് മോഡ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഏതൊരു ട്രാഫിക് മോഡിലും നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ ട്രാഫിക് മോഡിൽ ഇത് ആഡ് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ അതേ സെയിം പ്രൊസീജിയറിൽ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഗെയിം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം വേണം നിങ്ങൾ Zedcapella ആപ്പിൽ കയറി മാപ്പ് മോഡ് ആഡ് ചെയ്യാൻ. ഓക്കെ, ഏതൊരു ട്രാഫിക് മോഡിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ട് ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ട്രാഫിക് മോഡ് ഇട്ടിട്ട് ഫയൽ ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു മാപ്പ് മോഡ് ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം. കാരണം അത്രയ്ക്കും ഒരു അടിപൊളി സംഭവം തന്നെയാണിത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ ആക്കി ഇടുകയാണെങ്കിൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഗൈസ്, ടിൽ ദെൻ, ബൈ.